മിഥില ബാലൻ കൂടി ഷഹബാസിൻ്റെ താമരശ്ശേരിയിലെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. മിഥില, പറയൂ. നമ്മളിപ്പോൾ വീട്ടിൻ്റെ പുറത്താണുള്ളത്. അവർ വീട്ടിൽ നിന്നും മാധ്യമങ്ങൾ മാറി നിൽക്കണം എന്നൊരാവശ്യം അവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപ്രകാരം വീട്ടിന് പുറത്തേക്ക് നമ്മൾ മാറി നിൽക്കുകയാണ്, അവർക്കൊരു ശല്യമാവാതിരിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ. നിലവിൽ ഒരുപാട് പേരാണ് ഇങ്ങോട്ട് ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഷഹബാസിൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവർ വലിയൊരു കൂട്ടം സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് ഷഹബാസിനെ കുറിച്ച് വിങ്ങി പൊട്ടിയാണ് അവർ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം അവനുണ്ട് എന്ന് അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ച് അവനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. എന്തുതന്നെയായാലും ഷഹദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഷഹബാസിൻ്റെ മൃതദേഹം എത്തിക്കുക ഞാനിപ്പോൾ ഉള്ള ഈ വീട്ടിലോട്ടായിരിക്കും. ഈ വീട്ടിൽ ഉമ്മയും ബാപ്പയുമുണ്ട്. ഉമ്മ എന്ന് പറയുന്നത് ഈ 12:30 ഷഹബാസിൻ്റെ മരണം അറിയിച്ചതിന് പിന്നാലെ തളർന്നു വീണതാണ്. ആ ഉമ്മ വീട്ടിലുണ്ട്, ബാപ്പയുണ്ട്. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ശാരീരികമായി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം, ഷഹബാസിൻ്റെ മൃതദേഹം ഈ വീട്ടിൽ എത്തിക്കും, ആംബുലൻസിൽ ഈ വീട്ടിൽ കൊണ്ടുവരും. ആ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒരു നോക്ക് കാണാൻ ഈ വീട്ടിൽ അവസരം നൽകും. അതിന് ശേഷമായിരിക്കും തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുക. തറവാട്ട് വീട്ടിലാണ് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഖബറടക്കം നടക്കുക. ഇപ്പോൾ മയ്യത്ത് നിസ്കാരം തീരുമാനിച്ചിരിക്കുന്നത് ചുങ്കം, അതായത് താമരശ്ശേരി ടൗണിൽ തന്നെയാണ്, ചുങ്കം ടൗൺ ജുമാ മസ്ജിദിലാണ്. ഒപ്പം തന്നെ ഖബറടക്കം കെടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും. ഇത്തരത്തിലാണ് ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തിനായാലും വലിയൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. നമ്മൾ രാവിലെ മുതൽ തന്നെ അത് ഇവിടെ നിന്നും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, അയൽക്കാരുടെ എല്ലാം പ്രതികരണം നമ്മൾ നൽകിയതാണ്, കേട്ടതാണ്. ആരും ഇങ്ങോട്ട് എത്തുന്ന ഒരാളുടെ പോലും കണ്ണു നിറയാത്തതില്ല. നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവർ വിഷമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. SK.